ഇവിടെ നല്ലപോലെ തടിയുള്ള ഒരാളുടെ കവിളിൽ ഒരു മന്ത്രവാദിനി തടവിയിട്ടു പോകുന്നു. അതിനുശേഷം അയാളുടെ ഭാരം ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എത്രയൊക്കെ ഭക്ഷണം കഴിച്ചിട്ടും അയാളുടെ ഭാരം 1 ഗ്രാം പോലും കൂടുന്നില്ല. അങ്ങനെ 1 മാസത്തിനുള്ളിൽ തന്നെ അയാളുടെ ഭാരം ഏകദേശം 50 കിലോയോളം കുറഞ്ഞിട്ടുണ്ടാകും. അയാളെ പരിശോധിക്കുന്ന ഡോക്ടർമാർക്കും എന്താണ് കാരണമെന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ കുറെ നാളുകൾ കഴിയുന്നു. ഇപ്പോൾ അയാളെ കാണാൻ ഏതാണ്ട് അസ്ഥികൂടത്തെ പോലെ ആയിട്ടുണ്ട്. അപ്പോഴവിടേക്ക് ആ ഒരു മന്ത്രവാദിനി വന്ന് അവനെ കാണുകയും അവന് കൊടുത്ത ശാപത്തെ പറ്റി പറയുകയും ചെയ്യുന്നു. ആക്ച്വലി എന്താണ് നടന്നതെന്ന് വെച്ചാൽ, ഒരു ദിവസം അയാൾ കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ആ ഒരു മന്ത്രവാദിനിയുടെ ഭാര്യയെ ഇടിക്കുകയും ആ ഒരു ഭാര്യ അപ്പോൾ തന്നെ മരിക്കുകയും ചെയ്തിട്ടുണ്ടാകും. എന്നാൽ കേസ് കോടതിയിലെത്തിയപ്പോൾ അവനൊരു വക്കീലായിരുന്നതുകൊണ്ട് കോടതിയിൽ സ്വയം വാദിച്ച് തെറ്റ് മുഴുവനും ആ ഒരു മന്ത്രവാദിനിയുടെ ഭാര്യയുടെ മേലെയാണെന്ന് വരുത്തി തീർത്ത് കേസിൽ നിന്നും ഊരിപ്പോന്നിട്ടുണ്ടാകും. സോ അതിൽ ദേഷ്യം വന്നിട്ടാണ് മന്ത്രവാദിനി ശാപം കൊടുത്തത്. എന്നാൽ ഇപ്പോൾ ആ ശാപം എടുത്തുകളയാൻ പറ്റില്ലെന്നും വേണമെങ്കിൽ അതിനെ വേറെന്തിലേക്കെങ്കിലും മാറ്റിത്തരാമെന്നും പറഞ്ഞ് അവന്റെ രക്തമെടുത്തൊരു പാൻകേക്കിലാക്കി ശാപം അതിലേക്ക് മാറ്റുന്നു. പിറ്റേന്നുണർന്ന അവന്റെ ശാപമെല്ലാം പോയിട്ടുണ്ടാകുമെങ്കിലും അവന്റെ ഭാര്യ ആ ഒരു പാൻകേക്ക് എടുത്ത് അറിയാതെ തിന്നുകയും ആ ഒരു ശാപം കാരണം അവൾ ദാരുണമായി മരിച്ചു പോവുകയും ചെയ്യുന്നു.